ഡിയർ സ്റ്റുഡൻസ്, KTU BTech Let 2026 സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വന്ന സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. LBSൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 22/7/2026. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24/7/2026. LBSൻ്റെ വെബ്സൈറ്റിൽ ഏതെല്ലാം കോളേജുകളിലാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വാക്കൻസി ഉള്ളതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ LBSൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് വാക്കൻസി സ്റ്റാറ്റസ് ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വാക്കൻസി സ്റ്റാറ്റസിൻ്റെ PDF കിട്ടും. അപ്പോൾ ഇതാണ് വാക്കൻസി ലിസ്റ്റ്. അപ്പോൾ ഇതിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CETയിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് വാക്കൻസി ഇല്ല, 0 ആണ്. CETയിൽ സിവിൽ എഞ്ചിനീയറിംഗിന് 2 സീറ്റ് ഉണ്ട്. CETയിൽ കമ്പ്യൂട്ടർ സയൻസിന് 1 സീറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഓരോ ബ്രാഞ്ചിനുള്ള വാക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ കോസ്റ്റ് ഷെയറിങ്ങിലും പ്രൈവറ്റിലും ഒക്കെ ഉള്ള സീറ്റ് വാക്കൻസി ഇവിടെ ഈ ഒരു PDF നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി LBSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോളേജ് ഓപ്ഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. കോളേജ് വൈസും കോഴ്സ് വൈസും ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മുതൽ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുക, നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാണ്. നമ്മൾ മുന്നേ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വന്നു. ഇനി ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ CETയിൽ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു. CETയിൽ ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുത്തത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇപ്പോൾ നിലവിൽ അവിടെ വാക്കൻസി ഇല്ല, വാക്കൻസി ലിസ്റ്റിൽ 0 ആണ്. പക്ഷേ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലുള്ള ഒരു സ്റ്റുഡൻറ്റ് വേറെ കോളേജിലോട്ട് മാറുകയാണെങ്കിൽ ആ സീറ്റിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, കുറേ ഓപ്ഷൻസിന് കൊടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു ഓപ്ഷൻ കിട്ടി, എന്നിട്ട് നിങ്ങൾ പറയണം ഞാൻ പോകുന്നില്ല, എനിക്ക് തന്നെ മതി. അപ്പോൾ അത് നടക്കില്ല. കാരണം നിങ്ങളെ ഒരു കോളേജിലേക്ക് മാറ്റുമ്പോൾ നിങ്ങളെ സീറ്റിലോട്ട് വേറൊരാൾ വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എല്ലാ കോളേജും ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു കുട്ടി മാറുമ്പോൾ ഒരു വാക്കൻസി വന്നാൽ അതിലോട്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പോകുന്ന ഉറപ്പുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക. പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് പറ്റില്ല. കിട്ടിയാൽ പോലെ നിർബന്ധമാണ്. കാരണം നിങ്ങളെ ഒരു വേറെ കോളേജിലോട്ട് മാറ്റുമ്പോൾ നിങ്ങളെ സീറ്റിലോട്ട് വേറെ ആൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ ആ സീറ്റും ഉണ്ടാവില്ല, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറെ ആളും വന്നിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും ഇല്ലാതെയാവും. അപ്പോൾ കിട്ടിയ പോകുന്ന ഉറപ്പുള്ള പിന്നെ കോളേജും കോഴ്സും മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോകേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സീറ്റ് ഉണ്ടാകും, ആ സീറ്റൊന്നും പോയില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന കോളേജ്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജ് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് വേറെ കോളേജിലോട്ടൊന്നും മാറാൻ താല്പര്യമില്ല, അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണ്ട. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കോളേജുകളും കോഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് സ്റ്റുഡൻസിന് ഇങ്ങനെ ഡയറക്റ്റ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ അഡ്മിഷൻ എടുത്തവർ കോളേജ് ഓപ്ഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, NOC നോട്ട് ഇഷ്യൂഡ് ബൈ ദ അഡ്മിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്രാവശ്യം പ്രൈവറ്റിൽ ജോയിൻ ചെയ്തവർ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് LBSലോട്ട് അവർ NOC ഇഷ്യൂ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്രാവശ്യം ഇങ്ങനെ ആണ് അവർ പറയുന്നത്. പ്രൈവറ്റിൽ ജോയിൻ ചെയ്തവർ പ്രൈവറ്റിൽ നിന്ന് നിങ്ങൾ NOC വാങ്ങിക്കണ്ട, കോളേജുകാർക്ക് അതിനെന്തുണ്ട്, LBSൽ അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോളേജ് നിങ്ങളെ അഡ്മിഷൻ എടുത്ത പ്രൈവറ്റ് കോളേജിൽ മാത്രമേ NOCയുടെ ആവശ്യം. ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിങ്ങിൽ NOC വേണ്ട, ഡയറക്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റിൽ ജോയിൻ ചെയ്തവർ
കോളേജ് ഓപ്ഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജാണ് വരിക. ഇതിൻ്റെ അർത്ഥം നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് NOC LBSന് കൊടുത്തിട്ടില്ല. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ NOC LBSന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ചില കോളേജുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്ത കോളേജുകളാണെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കോളേജായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വേറെ സ്റ്റുഡൻറ്റിൻ്റെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, NOC ഇഷ്യൂഡ് ബൈ ദ അഡ്മിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്, പക്ഷേ ആ പ്രൈവറ്റ് കോളേജ് LBSന് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ വർഷം എന്തില്ലായിരുന്നു, NOC സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ചോദിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റിലുള്ളവർ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കോളേജായിട്ട് കോൺടാക്ട് ചെയ്യുക. ചില കോളേജുകൾ സമ്മതിക്കുന്നുണ്ട്, ചിലർ സമ്മതിക്കുന്നില്ല. ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ അവർ പിന്നെ NOC ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരും, നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.